കളറിനും എത്ര റേറ്റാണെന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ GT കസ്റ്റമേഴ്സ് ബാഡ്ജ് കിട്ടും. റോയൽ എൻഫീൽഡിൻ്റെ പേരിൽ അവർ തന്നെ നമ്മുടെ പേരടിച്ച് നമുക്ക് സാധനം തരും. ഇതിനകത്ത് ഞാൻ ഓരോ വട്ടം ചെയ്തേ മോനെ വേണ്ട, ഈ മിറർ മതി എനിക്ക്. ഹലോ മച്ചാമാരെ, റൈഡർ സ്ലീറ്റ് ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ നമ്മുടെ മീറ്റിയോർ 350യുടെ റിവ്യൂ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പെയിൻറ്റ് സ്കീമിൻ്റെ കാര്യങ്ങളൊന്നും വലുതായിട്ട് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞില്ല. ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മോഡലുകളുണ്ട്. ആ 3 മോഡലുകളും ഏതൊക്കെ കളറിൽ അവൈലബിൾ ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. എന്നാൽ അതും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഏതൊക്കെ മോഡലുകൾ ഏതൊക്കെ കളറുകളിൽ അവൈലബിൾ ആണ്, ഒപ്പം തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പം ഇവ തമ്മിലുള്ള താരതമ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും നൽകാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, മീറ്റിയോർ 350 3 വേരിയൻറ്റിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ബേസ് മോഡലായിട്ടുള്ള ഫയർബാൾ, സെൻട്രലിലെ സ്റ്റെല്ലാർ, ഒപ്പം തന്നെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർനോവ, ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർനോവ. ഇങ്ങനെ 3 വേരിയൻറ്റുകളായിട്ടാണ് വണ്ടി പുറത്തിറങ്ങിയിരിക്കുന്നത്. ഫയർബാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തണ്ടർബേർഡ് എക്സിൻ്റെ രൂപകത്തിൽ തന്നെയാണ് ഫയർബാളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എൻജിൻ സൈഡും പുതിയ അപ്ഡേഷൻസും എല്ലാം ഉണ്ടെങ്കിലും വെളിയിൽ നിന്നും ഓവറാൾ ഒരു ലുക്ക് പറയുകയാണെങ്കിൽ തണ്ടർബേർഡ് എക്സിൻ്റെ അതേ ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും കളർ സ്കീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യെല്ലോ കളർ, റെഡ് കളർ, ഇങ്ങനെ 2 കളർ സ്കീമുകളിലായിരിക്കും നമുക്ക് ഫയർബാൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഫയർബാളാണ് വണ്ടി വേണ്ടത്, പക്ഷേ കളർ ഇതല്ല വേണ്ടത് എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. MIYയിലൂടെ നിങ്ങൾക്ക് അവിടെയും 5 കളർ വേറെ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലാക്ക്, ഗ്രേ, വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ, ഇങ്ങനെ 5 കളർ വേറെ MIYയിലൂടെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. MIY എന്താണെന്നും അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലോ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാം. പിന്നീട് ഫയർബോളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്ക് ഏത് കളറാണോ അതേ കളറിലുള്ള ഒരു ടേപ്പ് നമുക്ക് റിമ്മിലും കാണാൻ സാധിക്കും. ഇപ്പോൾ റെഡ് കളർ ടാങ്ക് ആണെങ്കിൽ ഒരു റെഡ് ലൈൻ പോലെ ഒരു റിമ്മിൽ ഒരു ടേപ്പ് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും എക്സോസ്റ്റും എൻജിൻ കമ്പാർട്ട്മെൻറ്റും എല്ലാം ബ്ലാക്ക് കളറിലായിരിക്കും എന്നുള്ളതും ഒരു ഫയർബാളിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ടാങ്കിലെ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു പഞ്ചിങ്, അത് സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ചെറിയൊരു പഞ്ചിങ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള സൂപ്പർനോവയിലൊക്കെ കാണുന്ന പോലെ ഒരു ബാഡ്ജ് നമുക്ക് ടാങ്കിൽ കാണാൻ സാധിക്കില്ല. ഇതുപോലെ ഒരു പഞ്ചിങ് ആണ് നമുക്ക് ടാങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെല്ലാറിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെല്ലാറിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ, ബ്ലാക്ക് കളർ, ബ്ലൂ കളർ, ഇങ്ങനെ 3 കളറുകളിലും അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റെല്ലാറിനകത്തും MIY ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയും അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റെല്ലാറിൻ്റെ ബാക്കിയുള്ള പ്രത്യേകതകളിലേക്ക് ചെല്ലുമ്പം നമ്മുടെ സൂപ്പർനോവയിൽ കണ്ടതുപോലെ ഒരു ബാക്ക് റെസ്റ്റ് സ്റ്റെല്ലാറിന് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ബോഡി കളേർഡ് കമ്പോണൻസ് ഏതാണോ അതുപോലെ തന്നെ ആയിരിക്കും റിയർ മഡ്ഗാർഡിനും ഉള്ള കളർ. പിന്നീട് മറ്റൊരു പ്രത്യേകതയാണ് ക്രോം എലമെൻറ്റ്സ് എക്സോസ്റ്റിലും ലിവേഴ്സിലും വരുന്നു എന്നുള്ളതും. ഇനി അടുത്തതായിട്ട് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള സൂപ്പർനോവ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ബ്ലൂ കളറുമുണ്ട്. ഒപ്പം തന്നെ അത് കൂടാതെ ബ്രൗൺ കളറും സൂപ്പർനോവയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ MIY ചെയ്യുകയാണെങ്കിൽ അവിടെയും 2 കളർ, സിൽവറും അതുപോലെ മറ്റൊരു കളറും അവൈലബിൾ ആയിട്ടുണ്ട്. ടോട്ടൽ അവിടെയും 4 വേരിയൻറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ലഭിക്കും. നമുക്ക് ബാക്ക് റെസ്റ്റ് അവിടെയും അവൈലബിൾ ആണ്. ഒപ്പം തന്നെ പ്രധാന പ്രത്യേകതയായിട്ടുള്ള ഈ ഒരു വിൻ ഷീൽഡ് അതും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മിഷ്യൻഡ് അലോയ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോയ്ക്കകത്ത് ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഡ്യുവൽ ടോൺ ആയിട്ടുള്ള പെയിൻറ്റ് സ്കീമാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ ഒരു കളറും പിന്നെ അടിയിൽ വന്നിട്ട് ചെറുതായിട്ട് മറ്റൊരു കളറിൻ്റെയും കൂടെ കോംബോയാണ് വരുന്നത്. അത് ഏത് കളർ എടുത്താലും അങ്ങനെ കോംബോയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റു 2 മോഡലുകളെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം പ്രീമിയം ഒരു സീറ്റ് ഫിനിഷാണ് സൂപ്പർനോവയ്ക്ക്, അവരുടെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള സൂപ്പർനോവയ്ക്ക് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഈ ഒരു മോഡലിൽ ക്രോം എലമെൻറ്റ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു സെൻട്രലിലെ മോഡലിൽ കണ്ടതുപോലെ തന്നെ ലിവേഴ്സിലും എക്സോസ്റ്റിലും ക്രോമിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഇൻഡിക്കേറ്റേഴ്സിലും EFI കവറിലും എല്ലാം ഈ ഒരു ക്രോമിൻ്റെ ഫിനിഷ് വരുന്നു എന്നുള്ളത് സൂപ്പർനോവയ്ക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒരുപാട് മച്ചാന്മാർ ചോദിച്ചാണ് ആ ഒരു ട്രിപ്പർ നാവിഗേഷൻ്റെ
ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ കേട്ടോ. റോയൽ എൻഫീൽഡ് തുറന്നു വരുമ്പോൾ തന്നെ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ഐഡിയ വളരെ ശോകമാണ്, അതുകൊണ്ട് കുറച്ച് പോസ്റ്റ് ആവും, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇതാണ് ട്രിപ്പർ നാവിഗേറ്ററിൻ്റെ ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ, പിന്നെ അവരുടെ റോയൽ എൻഫീൽഡിൻ്റെ എംബ്ലവും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ആ ഒരു നാവിഗേറ്റർ എന്നതിലുപരി വേറെ കുറേ സംഭവങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് യൂസ് ഉണ്ട്. ഇത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പം രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോയ്ക്കകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അത് കാണിക്കുന്നില്ല. നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ പർച്ചേസ് ഡേറ്റ് എന്നാണെന്ന് കാണിക്കാൻ പറ്റും. എൻജിൻ നമ്പറും കാര്യങ്ങളൊക്കെ ബ്ലറാക്കി കാണിച്ചിരിക്കുന്നത് അതൊക്കെ നമുക്ക് പണി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് സർവീസ് ഡേറ്റ് എന്നാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സർവീസ് ഹിസ്റ്ററി കാണാൻ പറ്റും മച്ചന്മാരെ. ഇതിനകത്ത് ഞാൻ ഓരോ വട്ടം ചെയ്തേക്കുന്ന സർവീസ് ഹിസ്റ്ററി കാണാൻ പറ്റും. പിന്നെ നമുക്ക് പുതിയൊരു വണ്ടി മേടിക്കണമെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ കമ്മ്യൂണിറ്റി, നമുക്ക് റൈഡ് പോകാനും കാര്യങ്ങൾക്കും പിന്നെ എല്ലാം വെച്ചിട്ടുള്ളൊരു റൈഡ്. ഇപ്പം COVID-19 ആയതുകൊണ്ട് അത് ഓഫാക്കി, അതും വേണ്ട നമുക്ക്. നാവിഗേറ്റർ, ഇതാണ് നമ്മുടെ നാവിഗേറ്റ് കണക്ട് ചെയ്യുന്ന സാധനം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ഇതിനകത്ത് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഇത് കാണിക്കും. ഞാൻ ഇതൊന്നും അല്ല നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. MIY ഈ ഒരു സാധനമാണ് മച്ചാമാരെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ. ന്യൂ കോൺഫിഗർ. ഇതിപ്പോൾ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഹിമാലയൻ നോക്കുകയാണെ, നമ്മുടെ ഹിമാലയൻ്റെ സ്ലീറ്റ് വെർഷൻ നോക്കുകയാണ്. സ്ലീറ്റ് ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,37,369 രൂപയാണ്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളറിനനുസരിച്ചിട്ട് നോക്കാം. ഇതുണ്ട ഓരോ കളർ മാറ്റുമ്പോഴും ഉള്ള 2,39,000 ആയി. കണ്ടോ, റെഡ് ആക്കിയപ്പോഴും ആ റേറ്റ് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കളറിനും എത്ര റേറ്റാണെന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ GT എടുക്കുകയാണ്, GTക്കും ഓരോ കളറിനും അനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. അത് ഒന്നാമത്തെ ഉപയോഗം, അതവിടെ നിൽക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി കോൺഫിഗർ ചെയ്യാൻ പറ്റും മച്ചാമാരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ സ്റ്റെല്ലാർ എന്ന് പറയുന്ന മോഡൽ എടുക്കുകയാണേ. ഈ ഒരു മോഡൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടുന്ന് തന്നെ മോഡിഫൈ ചെയ്ത് ഇറക്കാൻ പറ്റും. ഇതിനകത്ത് ആൾറെഡി കൊടുത്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കളറുകളാണ്. അത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, അതൊന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല. നമ്മൾ കോൺഫിഗർ ചെയ്യണം. ഞാൻ അപ്പം പറഞ്ഞായിരുന്നു ഈ MIY ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ പറയാമെന്ന്. ഇതാണ് ആ MIYയുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം. ഇതിങ്ങനെ ഇരിക്കട്ടെ. യെസ്, ലോഡിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഓരോ അവയവങ്ങളും നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും. അതല്ല ഇതിൻ്റെ പ്രത്യേകത. അതവിടെ നിൽക്കട്ടെ, അതൊരു കൊള്ളാം. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ, നമുക്ക് ആൾറെഡി ഉള്ള കളറുകൾ കൊടുത്തിട്ട് ഓരോ കളറിൻ്റെ ഇത് നോക്കാം. അത് കൂടാതെ ഇതിനകത്തുള്ള ഒരു കളർ കണ്ടോ, സ്റ്റെല്ലർ പ്യുവർ ബ്ലാക്ക്. ഞാൻ പറഞ്ഞില്ലേ ഒരു കളർ MIക്കകത്തുണ്ടെന്ന്. അത് കൊടുക്കുമ്പം ഇത് കണ്ടോ, നമ്മുടെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 2,13,000 രൂപയാണ്. പക്ഷേ ഈ ഒരു ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട 2,15,000 ആണ്. അതിന് റേറ്റ് കൂടുതലാണ്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ സൈലൻസർ വെക്കാം മച്ചാമാരെ. ഒരു പോലീസും നമ്മളെ പിടിച്ചുകൊണ്ട് പോകില്ല, ഒരു MVDയും പെറ്റി അടിക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ കമ്പനിയിൽ നിന്ന് നമുക്ക് സൈലൻസർ വെച്ചിറക്കാൻ പറ്റും. കണ്ടാ, അപ്പം ഈ ഒരു റേറ്റും കൂടെ ഇവിടെ ആഡായിട്ടുണ്ട്. 2,19,000 കണ്ടാ. ഞാൻ ഇപ്പോൾ വണ്ടി കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ആവശ്യത്തിന് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള സൈലൻസർ വെച്ചു. അത് കഴിഞ്ഞ് പ്രൊട്ടക്ഷൻ നമുക്ക് ആ സൈലൻസർ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ മിറർ വയ്ക്കാൻ പറ്റും. മിറർ ഉണ്ടാ, ഈ ഒരു മിറർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ മോനെ വേണ്ട, ഈ മിറർ മതി എനിക്ക്. കൺഫേം. ഇതിന് എന്തൊരു അഡീഷണൽ ഇതും വേണമെന്ന് ഓക്കെ കൺഫേം കൊടുത്ത് ഈ ഒരു മിററിൻ്റെ സെറ്റപ്പ് ഓക്കെ. അപ്പം എനിക്കായിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 2,23,000 ആയി. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എൻജിൻ ഗാർഡ് വയ്ക്കുവാണ് ഞാൻ. എൻജിൻ ഗാർഡിൻ്റെ റേറ്റ് 3,800 ആണ്. ആ ഒരു സാധനം വെച്ചു. ഇപ്പോൾ 2,27,000 റേറ്റ് ഇത്ര ഉള്ളെങ്കിൽ കൊള്ളാം, എനിക്ക് ഇത്രയും മോഡിഫൈ ചെയ്താൽ മതി, വണ്ടി അവിടെ നിർത്താം. അല്ലെങ്കിൽ പിന്നെ കംഫോർട്ടും കൂടെ ഞാൻ നോക്കുവാണ്. എൻ്റെ ഫുഡ് പെഗ്, ഈ ഒരു ഫുഡ് പെഗ് ആണ് ഏതിരിക്കുന്നത്. ഇപ്പോൾ നോർമലി ഇരിക്കുന്ന ഫുഡ് പെഗ് ഇതാണ്. ഇത് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഫുഡ് പെഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റിയറും കൂടെ മാറ്റിയേക്കാം. റിയർ കൺഫേം അല്ല, റിയർ അല്ലല്ലോ അത്. റിയറും മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടും മാറ്റിയിടും. മോനെ ഫുഡ് പെഗ് രണ്ടും മാറ്റിയിട്ടുണ്ട്. കിടക്കട്ടെ, എനിക്ക് ഫുഡ് പെഗ് ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് ഇതല്ലട്ടോ. ഓക്കെ. ഇതിനകത്ത് ഫുഡ് പെഗ് കഴിഞ്ഞിട്ട് ഇനി പൈനീർ വേണമെങ്കിൽ പൈനീർ വയ്ക്കാം. പൈനീർ വേണ്ട. പിന്നെ ഞാൻ നമ്മുടെ ടോപ്പ് മോഡലിൻ്റെ ഒരു ഇത് വയ്ക്കുകയാണ്, വൈസർ വയ്ക്കുകയാണ്. അതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3,200 രൂപ വരുന്ന വൈസറാണ്. സീറ്റും കൂടെ മാറ്റുകയാണ്. സീറ്റ് മാറ്റി, ഈ സീറ്റ് എനിക്ക് വേണ്ട, ഇത് മതി. ഇത് മറ്റേ റിമൂവ് ചെയ്തിട്ട് ഇതിടാം. മോനെ ഇതെല്ലാം വെച്ചു. ഇനി എന്താ വേണ്ടേ? അല്ലെങ്കിൽ പൈനീറും കൂടെ വയ്ക്കാം. പൈനീർ എവിടെ? പൈനീർ ബോക്സും കൂടെ വയ്ക്കട്ടെ. ഓക്കെ. ക്ലാമ്പും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലാമ്പും വെച്ചിട്ടുണ്ട്.
ഇത് വേണമെങ്കിൽ ഇന്നർ സാധനവും കൂടെ അതൊന്നും വേണ്ട. പിന്നെ ഏതാണ്ട് നമ്മൾ ഓരോ സാധനം മേടിക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ പച്ച കത്തിക്കൊണ്ടിരിക്കും കേട്ടോ, പച്ച കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വേറെ എന്തോ ഇതിനകത്ത് നമ്മൾ 8000 രൂപയുടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മുടെ 8000 രൂപയെ പുറത്തുള്ള സാധനമായിട്ടുണ്ട്. 8000 രൂപയുടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലൈസ്ഡ് ബാഡ്ജ് എന്ന് പറയുന്നൊരു സാധനം കിട്ടും. ഇതാണ് എമ്മയുടെ സാധനം. ഇതിനകത്ത് നമ്മുടെ റൈഡർ സ്ലീറ്റ് ബോയ് എന്ന് പറയുന്ന പേര് ആഡ് ചെയ്യാൻ പോവാണ്. റൈഡർ സ്പേസ് സ്ലീറ്റ് സ്പേസ് ബോയ്. യാ മോനെ, അയ്യോ നോക്കി നമ്മൾ ആട് കൊടുക്കുവാണേ. അയ്യോ പക്ഷേ ഒരു പ്രശ്നമുണ്ട്, സ്ലീറ്റ് ബോയ് വരെ വരത്തുള്ളൂ. അവർ ഒരു ലിമിറ്റഡ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ പേരിനകത്ത് സ്ലീറ്റ് ബോയ് എന്നുള്ളത് ഒരു സ്പേസ് ഞാൻ കളഞ്ഞിട്ട് ഒന്നിച്ചാഡ് ചെയ്യുകയാണേ. റൈഡർ സ്ലീറ്റ് ബോയ് 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 റൈഡർ സ്ലീറ്റ് BOY റൈഡർ സ്ലീറ്റ് ബോയ് എന്നുള്ള ഒന്നിച്ച് ചെയ്തേ, എന്നിട്ട് ആഡ് കൊടുക്കുവാണേ. റൈഡർ സ്ലീറ്റ് ബോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ പേരിൽ കസ്റ്റമേഴ്സ് ബാഡ്ജ് കിട്ടും. റോയൽ എൻഫീൽഡിൻ്റെ പേരിൽ അവർ തന്നെ നമ്മുടെ പേരടിച്ച് നമുക്ക് സാധനം തരും. എൻ്റെ ഓരോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മുടെ പേര് കാണും. ഇത് ഇത്രയും സാധനം നമ്മൾ മേടിച്ചേക്കുന്നത് കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഇതാണിത്. വണ്ടിയുടെ മീറ്റിയോറിൻ്റെ വില 1,84,000. ഓൺ റോഡ് വരുമ്പോഴത്തേന് 22 റോഡ് ടാക്സ് ഇത്രയാകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചേക്കുന്നതെന്ന് ഇതിനകത്തെല്ലാം മിറർ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ക്ലീമ്പുകൾ എല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മോനെ എത്ര ടോട്ടൽ എത്ര എമൗണ്ട് ആവുന്നുണ്ടെന്ന് വെച്ചാൽ 2,38,000 ആവുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ സേവ് കോൺഫിഗറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് കോൺഫിഗറായിട്ട് ഇവിടെ കിടക്കും. ഇത് അടിപൊളിയൊരു സെറ്റപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പം സേവ് കോൺഫിഗറേഷൻ കൊടുക്കുന്നില്ല. സേവ്ഡ് കോൺഫിഗറേഷൻ ഇതിനകത്ത് കിടക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കസ്റ്റംസ് ചെയ്ത് സാധനം മേടിക്കാൻ പറ്റും. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ആവശ്യത്തിനുള്ള വണ്ടി തന്നതും പിന്നെ സഹായിച്ചതും എല്ലാം നമ്മുടെ എറണാകുളത്തെ ബ്രാൻഡ് സ്റ്റോറിൽ നിന്നാണ് കേട്ടോ, നമ്മുടെ ഒബ്രാമാളിൻ്റെ ഓപ്പോസിറ്റുള്ള. അപ്പം അവർക്ക് ഒരുപാട് നന്ദി. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കനൂടെ ചവിട്ടിപ്പൊട്ടിച്ച് കിണി അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായം അതെന്തോ പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആവട്ടെ, അത് നിങ്ങൾ താഴെ രേഖപ്പെടുത്തിയ കേട്ടോ. അപ്പോൾ മച്ചാമാരെ, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് ദിവസം വരാം. അപ്പം അതുവരേക്കും ബൈ റൈഡർ സ്ലീറ്റ് ബോയ്.